ആപ്കി അദാലത്തിൽ ഉസ്താദ് ഹംസത്ത് അലി ഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തനിക്ക് വേണ്ടി മാത്രം സാക്സ് വായിക്കുന്നു എന്നുള്ളതാണ്. ഖാൻ സർ, ഇനിയും ധാരാളം വലിയ വലിയ മ്യൂസീഷ്യൻസ് ഒക്കെ ഉണ്ട്. ഭീം സിംഗ് ജോഷിയുണ്ട്, ഉസ്താദ് ബഡേ ഗുലാം അലി ഖാൻ സാറുണ്ട്, അമീർ അലി ഖാൻ സാറുണ്ട്. അവരാരും താങ്കൾ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ അവരുടെ മക്കളെ പ്രൊമോട്ട് ചെയ്തിട്ടേയില്ല. നമ്മുടെ കുട്ടികൾ ടൂത്ത് പേസ്റ്റ് ഒന്നും അല്ലല്ലോ. ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാവൂ എന്നൊന്നുമില്ല. അതുപോലെ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ ലോകം അവരെ സ്വീകരിച്ചാൽ നമുക്ക് അതിന് സഹായിക്കാൻ പറ്റും, നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. ഇത് ഓരോ പിതാവിൻ്റെയും കടമയാണ്, മാതാപിതാക്കളുടെ കടമയാണ് കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കണമെന്നത്. ഒരച്ഛന്റെ കടമയാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്, പേരൻസിന്റെ കടമയാണ് വളർത്തുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ രാജ്യത്തിന്റെ സ്വത്തായി മാറുമ്പോൾ അദ്ദേഹത്തിന്റെ കടമ ധാരാളം പേർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതല്ലേ. പക്ഷെ താങ്കൾ 2 ശിഷ്യന്മാരോട് ലിമിറ്റ് ചെയ്തു, അമാൻ ആൻഡ് അയാൻ. അല്ല, അങ്ങനെയല്ല. എൻ്റെ ശിഷ്യന്മാർ ലോകം മുഴുവനുമുണ്ട്, ഓരോ സംസ്ഥാനത്തുമുണ്ട്. അതായത് അവര് ക്ലാസിക്കൽ മ്യൂസിക് കൊണ്ടാണ് ജീവിക്കുന്നത് തന്നെ. ക്ലാസിക്കൽ മ്യൂസിക്കിൽ ജോലി ചെയ്യുന്നു, പെർഫോമൻസ് നൽകുന്നു. മിസ്സിസ് ശോഭ ദീപക് സിംഗ്, അവർ ശ്രീരാം ഭാരതീയ കലാക്ഷേത്രത്തിന്റെ ഡയറക്ടറാണ്. അതെ. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ധാരാളം ജെന്യൂൻ ആർട്ടിസ്റ്റുകളുണ്ട്. അവരുടെ പേരും പറയുന്നുണ്ട്: ടോണി ബോസ്, സഞ്ജയ് ശർമ്മ, വിശ്വജിത് റായ് ചൗധരി. ഇവരെല്ലാവരും തന്നെ സരോദ് വായിക്കുന്നവരാണ്. താങ്കൾ താങ്കളുടെ കുട്ടികൾക്ക് കൊടുത്ത ശ്രദ്ധ ഇവർക്കും കൊടുത്തിരുന്നെങ്കിൽ ഇവരും വലിയ പ്രശസ്തരാകുമായിരുന്നില്ലേ? അല്ല, നിങ്ങൾ 3 പേരുടെ പേര് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഡൽഹിയിൽ ഞാൻ 40-ലധികം ആളുകളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫെസ്റ്റിവൽ നടത്തി, സരോദ് ഫെസ്റ്റിവൽ, 15 വർഷങ്ങൾക്ക് മുൻപ്. വലിയ മ്യൂസിഷ്യൻസിന്റെ കുടുംബത്തിൽ നിന്ന് വലിയ ജാംബവാന്മാരെ എല്ലാം വരുത്തി. ഡൽഹി നഗരം തന്നെ വിറച്ചുപോയി 40 പേരുടെ സരോജ് കേട്ടതും. ആ 40 പേരിൽ നിന്ന് കുറഞ്ഞത് ഏകദേശം 5 പേരെങ്കിലും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു. അവർ പേരും പ്രശസ്തിയൊക്കെ ആർജിച്ചവരാണ്. പക്ഷേ ഡോമിനേഷൻ താങ്കളുടെ കുടുംബത്തിൽ മാത്രം അല്ല. എന്നെക്കൊണ്ട് ആരെയും തടയാൻ പറ്റില്ല. എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ആരെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയി ടാലന്റഡ് ആയിരുന്നെങ്കിൽ, നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരാണെങ്കിൽ, ഏതൊരു ഗുരു ആണെങ്കിലും, അല്ല വേറെ ആര് വിചാരിച്ചാലും ഒരു നല്ല വാസന മൂടി മറയ്ക്കാൻ പറ്റില്ല. അതായത് സരോദ് വായിക്കുന്ന വിശ്വജിത് റോയ് ചൗധരി, അദ്ദേഹം ആരോപിക്കുന്ന കുറ്റം എന്താണെന്ന് വെച്ചാൽ ഫാമിലി ഡോമിനേഷൻ ഉസ്താദ് അംജദ് അലി ഖാനാണ് ക്രിയേറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് എനിക്ക് മുന്നേറാൻ സാധിക്കാതെ പോയതെന്ന് അദ്ദേഹം പറയുന്നു. അതെയോ? മുന്നേറി വരണമെന്ന് വിചാരിക്കുന്നവർ യഥാർത്ഥത്തിൽ ടാലന്റഡ് ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും വരും. അല്ല, താങ്കൾക്ക് കോൺസെപ്റ്റ് ചെയ്യാനുള്ള സന്ദർഭം ലഭിക്കുമ്പോൾ താങ്കൾ ഒരു കണ്ടീഷൻ ഇടുകയാണ്: എന്റെ 2 മക്കളോടൊപ്പം പാക്കേജ് ഡീൽ നടക്കുന്നു. പിന്നെ എങ്ങനെ മറ്റൊരാൾക്ക് സന്ദർഭം ലഭിക്കും? അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. അത് പറയുകയാണെങ്കിൽ കുട്ടികൾ സാധിച്ചത്, അതായത് അമാനയൻ സാധിച്ചത്, അവരുടെ സിൻസിയാരിറ്റി, അവരുടെ പോരാട്ടങ്ങൾ, അവരെ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് പോലും സോളോ പെർഫോമൻസിനായി വിളിക്കുന്നു, ഡ്യുവറ്റിനായി വിളിക്കുന്നു. അവരെ പലരും സിനിമയിൽ മ്യൂസിക്കിനായി വിളിക്കുന്നു. അവർക്ക് ആക്ടിംഗ് ഓഫർ വരുന്നു, മോഡലിംഗ് ഓഫറും വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഫുൾ എൻകറേജ്മെന്റ് നൽകിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആരെയും തടയാനാവില്ല. താങ്കൾക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ഹീറോ ചാൻസ് ഒന്നും കിട്ടിയില്ലേ? ഒരു പടത്തിൽ ഞാൻ സരോദ് വായിക്കുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. പടത്തിന്റെ പേര് സ്പർശ് എന്ന. അതിൽ ഷബാന, നസ്രുദ്ദീൻ ഷാ അതിൽ ബ്ലൈൻഡ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തി സംഗീത ലോകത്തുണ്ട്, സൗണ്ട് ലോകത്തുണ്ട്. ഞാൻ സിനിമയിലൊന്നും പ്രവർത്തിക്കാൻ അർഹനല്ല. ഗുൽസർ സാർ ഒരിക്കൽ പറഞ്ഞിരുന്നു, താങ്കളുടെ സൗന്ദര്യത്തിൽ തീർച്ചയായിട്ടും താങ്കളൊരു ഹീറോ ആയി മാറുമെന്ന്. അതവരുടെ സ്നേഹവും ബഹുമാനവുമാണ്. കാരണം അദ്ദേഹം എന്നെക്കുറിച്ച് 1 മണിക്കൂർ വരുന്ന ഒരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ സ്നേഹമാണ്. എനിക്ക് ആക്ടിങ്ങിലൊന്നും നിലച്ചു നിൽക്കാൻ പറ്റില്ല.